മെത്തേഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ബിയറിംഗിൽ ഡയറക്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ദ ടെലിസ്കോപ്പ് ഈസ് നോട്ട് ട്രാൻസിറ്റഡ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, തിയോഡലൈറ്റ് 2 തരത്തിലുള്ള തിയോഡലൈറ്റുകളാണ് ഉള്ളത്. ഒന്ന് ട്രാൻസിറ്റ് തിയോഡലൈറ്റും 2 നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റും. തിയോഡലൈറ്റ് സർവേയിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് തിയോഡലൈറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും പറയുകയാണ്. തിയോഡലൈറ്റ് ട്രാൻസിറ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ തിയോഡലൈറ്റിൻ്റെ ടെലിസ്കോപ്പ് അതിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ അതിനെ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നു. തിയോഡലൈറ്റ് ടെലിസ്കോപ്പ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അതിനെ നോൺ ട്രാൻസിറ്റ് ടൈപ്പ് തിയോഡലൈറ്റ് എന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡയറക്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ദ ടെലിസ്കോപ്പ് ഈസ് നോട്ട് ട്രാൻസിറ്റഡ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇതിൽ നോട്ട് ട്രാൻസിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ടൈപ്പ് തിയോഡലൈറ്റ് ആയിട്ടുള്ള നോൺ ട്രാൻസിറ്റിംഗ് തിയോഡലൈറ്റ് ഉപയോഗിച്ച് ഷോർട്ട് ഓപ്പൺ ട്രാവേഴ്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത് ഒന്നാമത്തെ മെത്തേഡുമായിട്ട് സിമിലർ ആണ്. ബട്ട് ഓൺലി ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇൻ വിച്ച് ദ ടെലിസ്കോപ്പ് ഈസ് നോട്ട് ട്രാൻസിറ്റഡ്. സപ്പോസ് നമുക്കിവിടെ ABCD എന്ന ഓപ്പൺ ട്രാവേഴ്സിൻ്റെ ലൈൻസിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കരുതുക. എങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു സെറ്റ് ദ തിയോഡലൈറ്റ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ എ എന്ന സ്റ്റേഷനിൽ തിയോഡലൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുക. സെറ്റ് ദ വെർനിയർ A to 0 by using the upper clamp and its tangent screw. വെർനിയർ എയിൽ അപ്പർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ഉപയോഗിച്ച് വെർനിയർ എയിൽ 0 സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ടെലിസ്കോപ്പ് മാഗ്നറ്റിക് നോർത്ത് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് തിരിക്കുക. തിയോഡലൈറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോമ്പസിൻ്റെ മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ലോവർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ഉപയോഗിച്ച് ടെലിസ്കോപ്പിനെ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അപ്പർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ഉപയോഗിച്ചിട്ട് B എന്ന സ്റ്റേഷൻ സൈറ്റ് ചെയ്യുക. അപ്പർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ഉപയോഗിച്ച് B എന്ന സ്റ്റേഷൻ സൈറ്റ് ചെയ്യുന്ന സമയത്ത് വെർനിയർ എയിൽ നമുക്ക് കിട്ടുന്നത് ലൈൻ ABയുടെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് AB ആണ്. AB എന്ന ലൈൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ് വെർനിയർ എയിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രുമെൻറ്റിനെ B എന്ന സ്റ്റേഷൻ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ബിയിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്തതിന് ശേഷം ടെലിസ്കോപ്പിനെ റീഡിങ്ങിൽ ചേഞ്ച് വരുത്താതെ, അതായത് ABയുടെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ് ഇപ്പം നമ്മളുടെ വെർനിയറിൽ ഇരിക്കുന്നത്. വെർനിയർ എയിൽ AB എന്ന ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ് ഉള്ളത്. ആ റീഡിങ്ങിന് ചേഞ്ച് വരാതെ ലോവർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ഉപയോഗിച്ചുകൊണ്ട് ബിയിൽ നിന്ന് ടെലിസ്കോപ്പിനെ എയിലേക്ക് സൈറ്റ് ചെയ്യുന്നു. Point the telescope towards A by loosening the lower clamp and its tangent screw. അതിനുശേഷം ടെലിസ്കോപ്പിനെ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് അപ്പർ ക്ലാമ്പും അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂവും ലൂസ് ചെയ്ത് ടെലിസ്കോപ്പിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് C എന്ന് പറയുന്ന പോയിന്റ് ബൈസെക്റ്റ് ചെയ്യുക. ഇപ്പം നമ്മളുടെ കയ്യിൽ ഓൾറെഡി AB എന്ന ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് ഉണ്ട്, പ്ലസ് ഈ ബിയറിങ്ങും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളുടെ റീഡിങ് 180 ഡിഗ്രിയിൽ മോർ ദാൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ റീഡിങ്ങിനെ 180 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യുക. BCയുടെ ബിയറിംഗ്
180 ഡിഗ്രിയിൽ മോർ ദാൻ ആണെങ്കിൽ ആ 180 ഡിഗ്രി നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്ങിൽ നിന്നും റെഡ്യൂസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് BCയുടെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. ഇൻസ്ട്രുമെന്റ് സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന BCയുടെ മാഗ്നറ്റിക് ബിയറിംഗ് നമ്മളുടെ വെർണിയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇൻസ്ട്രുമെന്റിനെ നമ്മൾ സിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സിയിൽ കൊണ്ടുപോയി ഇതുപോലെ സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് സെന്റർ ചെയ്ത് എല്ലാ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞതിന് ശേഷം ടെലിസ്കോപ്പിനെ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യണം. ടെലിസ്കോപ്പിനെ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യണം വിത്തൗട്ട് ചേഞ്ചിങ് ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് BC. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 360ൽ മോർ ദാൻ ആയിട്ടുള്ള ഒരു ആംഗിൾ ആയിരിക്കും. നമ്മളുടെ വെർണിയറിൽ 360 ഡിഗ്രി വരെ ഉള്ളത് കൊണ്ട് നമുക്ക് 360ൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ കിട്ടിയിരിക്കുന്നതാണ് നമ്മളുടെ CD എന്ന് പറയുന്ന മാഗ്നറ്റിക് ബിയറിംഗ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓഡ് നമ്പർ ഓഫ് പോയിന്റ്സ് ആണെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് സ്റ്റേഷൻ പോയിന്റ്സിലാണെങ്കിൽ നമ്മളുടെ റീഡിങ്ങിന് യാതൊരു ചേഞ്ചും ഉണ്ടായിരിക്കുകയില്ല. അതേസമയം ഈവൻ നമ്പർ ആണെങ്കിൽ 2, 4, 6 എന്നീ സ്റ്റേഷൻ പോയിന്റുകൾ, അതായത് രണ്ടാമത്തെ, നാലാമത്തെ, ആറാമത്തെ സ്റ്റേഷൻ പോയിന്റുകളിലാണ് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്ങിൽ നിന്ന് റീഡിങ്ങുകൾ 180ൽ കുറവാണെങ്കിൽ 180 ആഡ് ചെയ്യണം, 180ൽ കൂടുതലാണെങ്കിൽ 180 റെഡ്യൂസ് ചെയ്യണം. ഇങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡിൽ നമ്മളുടെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് തിയോഡലൈറ്റ് ട്രാവേഴ്സിങ്ങിലെ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ബിയറിങ്ങിൽ ടെലസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്യാതെയുള്ള മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.